അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാൾട്ടയിലെ നൈറ്റ് ലൈഫ്. അപ്പോൾ ഇവിടെ നൈറ്റ് വളരെ മനോഹരമായിട്ട് ഒരുപാട് സ്പോട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസിൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടും അവിടെ ഇവിടെ യൂറോപ്യൻ കൺട്രിയും തമ്മിലുള്ള വ്യത്യാസം, ക്രിസ്മസും കാര്യങ്ങളൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടെയൊക്കെയാണ് ഈ ഹെറിറ്റേജ് സെറ്റപ്പിലുള്ള രീതികളിലൊക്കെയാണ് ക്രിസ്മസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനകത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോയുടെ കൂടെ ഞാൻ ഒരു കാര്യം പറയാം, എങ്ങനെ ഇവിടെ വരാം, ഏതൊക്കെ ഫീൽഡിലുള്ളവർക്ക് ഇവിടെ സ്കോപ്പ് ഉണ്ട് എന്നുള്ള വീഡിയോസൊക്കെ ഇതിൻ്റെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുകൂടാണ്ട് ഇന്ന് ഡിസംബർ 13 മാൾട്ടയിലെ റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കുറേ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് നമുക്ക് വരാൻ പറ്റിയില്ല. ഇന്ന് നൈറ്റ് ലൈഫ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വല്ലറ്റയിലെ നൈറ്റ് ലൈഫ്, അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. കുറച്ച് പോകാനുണ്ട്, അങ്ങോട്ട് നടന്നു പോകാനുണ്ട് കുറച്ച്. അപ്പോൾ നമുക്ക് പോയി കാണാം. നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാം, ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടെ പ്രോഗ്രാമും കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ട്, നടന്നാണ് ഇപ്പോൾ യാത്രയൊക്കെ നടപ്പിലായി. കാരണം പണ്ടൊക്കെ നമ്മൾ വണ്ടിയിലൊക്കെ ആയിരുന്നു, പക്ഷെ ഇവിടെ വന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ട്, ആൾക്കാരൊക്കെ നോക്കി നിൽപ്പുണ്ട്, റെഡ് ലൈറ്റൊക്കെ കാണാം. അപ്പോൾ എന്താണെന്ന് നമുക്ക് അടുത്തേക്ക് പോയി നോക്കാം. എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതാണ് പോലീസ് ബൈക്ക്, പോലീസുകാരുടെ ബൈക്കാണ്. വെറൈറ്റി ബൈക്കൊക്കെ കേട്ടോ, BMW. അപ്പോൾ നമ്മളവിടെ എത്തി. വലിയ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് പ്രോഗ്രാമും അതുകൂടാണ്ട് പുൽക്കൂട് സെറ്റപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വിശദമായിട്ടൊരു വീഡിയോ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ നിർമ്മിച്ചിരിക്കുന്ന പുൽക്കൂട്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും പുൽക്കൂടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പണി ഇതിൻ്റെ പുറകെ ചെയ്തിട്ടുണ്ട് അവർ, ഇത്രയും സെറ്റപ്പ് ആക്കണമെങ്കിൽ. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. ഈ റെഡ് ലൈറ്റൊക്കെ ബിൽഡിങ്ങിൻ്റെ മാത്രം ലൈറ്റാണ്, നമ്മൾ തെറ്റിദ്ധരിച്ചു എന്തോ ഇതാണ്. അപ്പോൾ ഈ പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ നൈറ്റ് ലൈഫിൻ്റെ ഒരു വൈബാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വന്നേക്കുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര വൈബുള്ളൊരു കാര്യമാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അടിപൊളി കേട്ടോ. കാര്യം ലൈറ്റിനിങ്ങും കുറേ ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക്, പ്രത്യേക ഒരു നേച്ചർ. ഇപ്പോൾ നമ്മൾ പറയും ഇപ്പം പുറമേക്ക് പോയി കഴിഞ്ഞാൽ യൂറോപ്യൻ എക്സ്പോഷർ, ഇതൊക്കെയാണ് എക്സ്പോഷർ എന്ന് പറയുന്നത്. അവരുടെ രീതി, അവരുടെ ഒരു ഇതൊക്കെ. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇന്ന് മാൾട്ടയിലെ റിപ്പബ്ലിക് ഡേ ആണ്, ഡിസംബർ 13. പക്ഷേ അതിൻ്റെ നമ്മുടെ നാട്ടിലൊക്കെ റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ വന്നു കഴിഞ്ഞാൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തൊന്നും അറിയില്ല, പക്ഷെ ഞാൻ അറിയില്ല കേട്ടോ, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഓൾമോസ്റ്റ് ഈ വല്ലറ്റയിൽ ഫ്ലാഗ് മൊത്തം ഉണ്ട്. വല്ലറ്റ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ സിറ്റിയാണ്. ഇവിടെ എല്ലായിടത്തും ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹോസ്റ്റ് ചെയ്ത ഫ്ലാഗ് ആണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതാണ് ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടെയും ക്രൗഡായിട്ടുള്ള ഒരു ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ശരിക്കും ഈ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഇത് വല്ലറ്റ സിറ്റി ആയതുകൊണ്ട് ഇവിടെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഈ സെൻറ്റ് ജൂലിയൻസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ, അതും ഇതും വളരെ വ്യത്യാസമുണ്ട്. നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ഒരു വൈബ് നമ്മൾ കാണിച്ചു തരാം. അടുത്ത എങ്ങനെയാണ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. തിരക്കെന്ന് പറഞ്ഞാൽ ഇതാണ് തിരക്ക്. ഇന്ന് ഭയങ്കര തിരക്കാണ്. കാര്യം ക്രിസ്മസിൻ്റെ തിരക്കും പല സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരുടെ തിരക്കും. പിന്നെ ഇവിടെ കൂടുതൽ ഇന്ത്യൻസ് ഒരുപാടുണ്ട്, ഇഷ്ടംപോലെ ഇന്ത്യൻസ് ഉണ്ട്. ഇവിടെ ചില സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, നമ്മളാണോ ഫോറിനർ അവരാണോ ഫോറിനർ. ഇതൊക്കെയാണ് ഇവിടുത്തെ ക്രിസ്മസിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ. മൊത്തം ലൈറ്റിനും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. പക്ഷെ അതിൻ്റെ കുറച്ച് പോരായ്മകൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ പറയാം. ഇതാണ് ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്.
കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു കറങ്ങുന്ന സാധനം കണ്ടോ, അതിൻ്റെ ഐറ്റത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ കറങ്ങുന്ന പോലെ ഇതങ്ങനെ സ്പീഡിൽ കറങ്ങൂല. നമ്മുടെ നാട്ടിലൊക്കെ നല്ല സ്പീഡിൽ കറങ്ങൂല പള്ളിപ്പെരുന്നാളിന്. പക്ഷേ ഇവിടെ അങ്ങനെ കറങ്ങൂല. സേഫ്റ്റി ഇഷ്യൂവിൻ്റെ പേരിൽ ഇവർ പതുക്കെ കറക്കുള്ളൂ. 5 യൂറോ എങ്ങാണ്ട് 500 രൂപ എങ്ങാണ്ടാണ് ഈ സാധനത്തിൽ കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇത്രയും പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം ഫയർഫോഴ്സൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവർ ചുമ്മാ സൈറൻ ഇടുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയില്ല. തിരക്കുള്ള കാരണം ഫയർഫോഴ്സ് കയ്യിലൊരു സാധനം പിടിച്ച് ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കേണ്ടത്. എന്നാണ് സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെയുള്ള വള്ളി തൂങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഓക്കെ, സൈറനിടും സൗണ്ടും കേൾപ്പിക്കും. അതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ചുമ്മാ നിർത്തിക്കൊണ്ടൊക്കെയാണ് സൗണ്ട് ഇടുന്നത്. ഇവിടുത്തെ റിപ്പബ്ലിക് ഡേയുടെ ആഘോഷം എങ്ങനെയാണെന്ന് ഒരു ചെറിയൊരു കൺസെപ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു ഇപ്പോൾ ഫ്ലാഗൊക്കെ പിടിച്ച് ഒരു ചെറിയൊരു റാലി പോലെ പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടോളൂ. പക്ഷേ ഉച്ചയ്ക്കൊക്കെ നല്ല സെറ്റപ്പായിട്ടുള്ള വൈബിലുള്ള പരിപാടി ഉണ്ടാകുന്നു. പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, വരാൻ പറ്റിയില്ല. അതാണ് കാരണം. മാൾട്ടയിൽ ഏറ്റവും നല്ലൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ പോലീസുകാരെല്ലാവരും ഫ്രണ്ട്ലിയാണ്. പോലീസുകാർക്ക് ഫ്രണ്ട്ലിയാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ബൈക്കും കാര്യങ്ങളൊക്കെ, അതായത് പോലീസിൻ്റെ ജീപ്പ് ബൈക്ക് കാര്യങ്ങളൊക്കെ അതിനകത്തൊക്കെ കയറി ഇരുന്ന് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിക്കും. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ചേച്ചി അതിനകത്ത് കയറിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു പെർമിഷൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ വന്നോളൂ, കയറി ഇരുന്നോളൂ, ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിക്കും. ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. പക്ഷെ ഉടായ്പ കാണിക്കാൻ നിൽക്കരുത്, അപ്പോൾ ഫ്രണ്ട്ലി ആവില്ല. ഇപ്പോൾ നല്ല ഫ്രണ്ട്ലി അവിടുത്തെ പോലീസുകാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ എങ്ങനെ ഇവിടെ വരാം, ഏത് ഫീൽഡിലുള്ളവർക്കൊക്കെ ഇവിടെ വരാം എന്നുള്ള വീഡിയോസൊക്കെ പുറകെ ഇങ്ങനെ വന്നോളും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.